ഭൂരിപക്ഷത്തിനെതിരെ ഗുരുതര ആരോപണവുമായി അബ്ദുള്ളക്കുട്ടി. സിപിഎമ്മിലെ പ്രകാശ് കാരാട്ട് വിഭാഗം ബിജെപി അധ്യക്ഷൻ അമിത് ഷായിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങിയത് 100 കോടിയെന്ന കോൺഗ്രസ് നേതാവ് എപി അബ്ദുള്ളക്കുട്ടിയുടെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നും പറയുന്നുണ്ട്. മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബിജെപിയുടെ വിജയം സുനിശ്ചിതമാക്കുകയായിരുന്നു ലക്ഷ്യം. ഇക്കാര്യം സീതാറാം യെച്ചൂരി വിഭാഗം തന്നെ പാർട്ടിയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ്. ഇക്കാര്യം ഡൽഹിയിലെ പഴയ സഖാക്കൾ തന്നോട് വെളിപ്പെടുത്തിയതായും അബ്ദുള്ളക്കുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സിപിഎമ്മിലെ പ്രകാശ് കാരാട്ട് വിഭാഗം അമിത് ഷായിൽ നിന്ന് കൈപ്പറ്റിയത് 100 കോടി. മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബിജെപിയുടെ വിജയം സുനിശ്ചിതമാക്കാൻ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ നടന്ന ഗൂഢാലോചനയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ സീതാറാം യെച്ചൂരി വിഭാഗം തന്നെ പാർട്ടിക്കകത്ത് ഉന്നയിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് പഴയ ദില്ലി സഖാക്കളിൽ നിന്ന് കിട്ടുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം. രാജസ്ഥാനിൽ മാത്രം 28 സ്ഥാനാർത്ഥികളെ നിർത്തി 4 ലക്ഷത്തോളം മതേതര വോട്ടുകൾ ശിഥിലമാക്കി. ഈ സംസ്ഥാനത്ത് 3 സീറ്റിൽ ബിജെപിയെ ജയിപ്പിച്ചു കൊടുത്തത് സിപിഎം സാന്നിധ്യമാണ്. രാജസ്ഥാനിലെ പിലിബംഗ മണ്ഡലത്തിൽ ബിജെപിയിലെ ധർമ്മേന്ദ്രകുമാർ തൊട്ടടുത്ത കോൺഗ്രസിലെ വിനോദ് കുമാറിനെ തോൽപ്പിച്ചത് 278 വോട്ടിനാണ്. സിപിഎം സ്ഥാനാർത്ഥി ഇവിടെ മാത്രം 2659 മതേതര വോട്ടുകളാണ് പിടിച്ചത്. ഭൂരിപക്ഷ സ്ഥലത്തും കെട്ടിവെച്ച കാശ് കിട്ടുന്നില്ലെങ്കിലും പാർട്ടിക്ക് കോടികൾ കിട്ടുന്ന ഒരു ഉഗ്രൻ ഗെയിമാണ് ഇവർ പയറ്റിയത്. സിപിഎം പാർട്ടി കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾക്കൊടുവിൽ എടുത്ത അടവ് നയം എന്തായിരുന്നു? ബിജെപി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസുമായി പോലും യോജിക്കണം. ഈ പാർട്ടി തത്വമാണ് പ്രകാശ് കാരാട്ട് പിണറായി ഗ്രൂപ്പുകൾ അമിത് ഷായ്ക്ക് മുന്നിൽ അടിയറ വെച്ചത്. ഇതിന് സിപിഎം വലിയ വില കൊടുക്കേണ്ടി വരും തീർച്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി അമിത് ഷായിൽ നിന്നും സിപിഎമ്മിലെ പ്രകാശ് കാരാട്ട് വിഭാഗം 100 കോടി രൂപ കൈക്കൂലിയായി വാങ്ങിയെന്നാണ് കോൺഗ്രസ് നേതാവ് എപി അബ്ദുള്ളക്കുട്ടിയുടെ വാദം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.